ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്വാർസ്വാൾഡിൽ ബ്ലാക്ക് ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം, അതായത് നല്ല റിലാക്സിങ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. ആ സ്ഥലമാണ് ഷ്വാർസ്വാൾഡ് ഓപ്പൺ എയർ മ്യൂസിയം, അതായത് ബ്ലാക്ക് ഫോറസ്റ്റിലെ ഓപ്പൺ എയർ മ്യൂസിയം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം നല്ല റിലാക്സിങ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ഇവിടുത്തേത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഷ്വാർസ്വാൾഡ് ഓപ്പൺ എയർ മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഓപ്പൺ എയർ മ്യൂസിയത്തിലുള്ള ഒരു വീടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത്. അപ്പോൾ ഈ മ്യൂസിയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണ്ടത്തെ ഫാമിംഗ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ റെയിൽവേ സിസ്റ്റം, പിന്നെ പണ്ടത്തെ ബേക്കിംഗ് ഹൗസ്, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ പണ്ട് ഈ മരം കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു, അതൊക്കെയാണ് ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ മെയിനായിട്ട് എല്ലാ വീടുകളിലും ഓരോരോ വീടുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ കണ്ടില്ലേ പഴയ ടേബിള്, ചെയർ, അതേപോലെ പഴയ ഒരുപാട് ക്യൂരിയോസുകൾ, അതേപോലത്തെ സാധനങ്ങളൊക്കെ ഈ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, ഇത് പണ്ടത്തെ കിച്ചനാണ് കേട്ടോ ഇത്. ഈ കിച്ചണിൽ ഇത് മൊത്തം ഇതിൻ്റെ ചുമരൊക്കെ കണ്ടില്ലേ, പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇങ്ങനെ കരി പിടിച്ചിങ്ങനെ ചുമരിനെ പോലത്തെ അതേപോലത്തെ ചുമരുകളൊക്കെ. മാത്രമല്ല ഇവിടെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് റൗഫ് ഗുഹ എന്നാട്ട് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ റൗഫ് ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുകയടുപ്പ്. ഇതാണ് അടുപ്പിൽ കുറേ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാം കരി പിടിച്ച പാത്രങ്ങളാണ്. ഇതൊക്കെ നോക്കിയേ, പണ്ടത്തെ ശരിക്കും നമ്മൾ മറ്റേ നെല്ലൊക്കെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ കോരുന്ന പോലത്തെ കയ്യിലുകളൊക്കെ. ഇത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ പുറത്തേക്ക് നോക്കിയേ, നല്ല വ്യൂ ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. നല്ല വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഇങ്ങനെയായിരുന്നിരിക്കണം പഴയ ബ്ലാക്ക് ഫോറസ്റ്റിലെ വീടുകളൊക്കെ. ഇതാണ് ഡൈനിങ് റൂം. ഇവിടെ ഒരു റേഡിയോ ഒക്കെ ഉണ്ട്. പണ്ടത്തെ റേഡിയോ, ക്ലോക്ക്, പിന്നെ അതുപോലെ തന്നെ 1964 കേട്ടോ ഈ ഓപ്പൺ എയർ മ്യൂസിയം ഓപ്പൺ ചെയ്തത്. അപ്പം അന്ന് തൊട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇതേപോലെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം വൈക്കോല് വെച്ചിട്ടാണ്. വൈക്കോലിങ്ങനെ അടക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറൊരു കുഞ്ഞു വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആപ്പിൾ മരമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആപ്പിളിൽ നിന്ന് ഫ്രഷ് ആപ്പിൾ എടുത്തിട്ട് ഒരു മെഷീനിലിട്ടിട്ട് കൈകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയത് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് €1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എത്ര ഗ്ലാസ് ജ്യൂസ് വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചേട്ടൻ എങ്ങനെയാണ് ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഇത് ഫ്രഷ് ആപ്പിളാണ് കേട്ടോ.
അപ്പം ഞാൻ ഫ്രഷ് ആപ്പിൾ ജ്യൂസ് അവിടെ നിന്ന് എടുത്തേക്കുവാണ്. ആ ചേട്ടൻ ഒരു മെഷീനിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ച് എടുക്കുന്നൊരു ജ്യൂസാണ് ആപ്പിൾ. അത് നമുക്ക് കാണാം അവിടെ ചെന്ന് കഴിയുമ്പോൾ. ഞാൻ കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരമാണ് കേട്ടോ. അതായത് ഫ്രഷ് ആപ്പിളിന് ഒരു തുള്ളി പഞ്ചസാര ഒന്നും ഇടാത്ത ഫ്രഷ് ജ്യൂസാണിത്. നമ്മളിത് ഈ ചേട്ടൻ ഇവിടെ ഈ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ ആപ്പിളിൻ്റെ ചണ്ടാണ് ഈ കിടക്കുന്നത്. ഈ മെഷീനിലാണ് കേട്ടോ തിരിക്കുന്നത്. ഈ മെഷീൻ ഇതേപോലെ ഇങ്ങനെ തിരിച്ചത് ഇങ്ങനെയാന്ന് തോന്നുന്നത് തിരിക്കുന്നത്. അയ്യോ, തിരിക്കാൻ പറ്റുള്ള എനിക്ക്. അയ്യോ, തിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ ആപ്പിൾ ഇട്ടിട്ട് നമ്മളിത് ഈ ലിവർ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുവാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഇവിടെ ആപ്പിൾ മൊത്തം ഇതായിട്ട് ഇതിനകത്തേക്ക് ഫ്രഷ് ആപ്പിൾ ജ്യൂസ് വീഴും. ഇവിടെ ഒരു ആപ്പിൾ മരമുണ്ട്. ഈ ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ചാണ് അതിനകത്ത് ആ ചേട്ടൻ ഫ്രഷ് ജ്യൂസ് അടിച്ചു തരുന്നത് നമുക്ക്. ഒരാപ്പിളല്ല, കുറേ ആപ്പിൾ മരങ്ങളുണ്ട് ഇവിടെ. ഈ ആപ്പിൾ ജ്യൂസ് അടിക്കണ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള ആപ്പിൾ മരമാണ് ഇത്. നിറയെ ആപ്പിൾ ഉണ്ടല്ലേ. പക്ഷെ ഒരുപാട് ആപ്പിൾ ഇതേപോലെ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചാടിപ്പോയി കിടക്കുന്നത് ഇവിടെ. ആപ്പിൾ ഇവിടെ ഇങ്ങനെ ചുമ്മാ വീണ് കിടക്കുവാണ്. ശരിക്കും നമ്മളുടെ നാട്ടില് ചക്കയും മാങ്ങയൊക്കെ പോലെയാണ് ഇവിടെയൊക്കെ ആപ്പിൾ അല്ലേ. അതെ. അപ്പം നമ്മൾ ഫ്രഷ് ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മളിത് ഇവിടെ ഒരു ബാക്ക് ഹട്ട് ഉണ്ട്. അതായത് പണ്ട് കാലത്ത് എങ്ങനെയാണ് ബേക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പണ്ടത്തെ ബേക്കറികളിലൊക്കെ ഈ ബോർമകളിലൊക്കെ ഇതാണ് ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്നല്ലേ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോർമകളില്. പിന്നെ ഇത് ഇവിടെ കുറേ ചെമ്മരിയാടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു വലിയ ചെമ്മരിയാടാണ്. ഇത് ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ചെമ്മരിയാടിന് തൊടാൻ പോവാണ്. ശരിക്കും ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഓപ്പൺ എയർ മ്യൂസിയം കാണിക്കുന്നത്, അതായത് ബ്ലാക്ക് ഫോറസ്റ്റിൽ എങ്ങനെയായിരുന്നു നേരത്തെ കൾച്ചർ, അല്ലെങ്കിൽ നേരത്തെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഉള്ളത്, എങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ചക്രമേട്ടൻ ഇവിടെ കഴുതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴുത തിന്നോ നമുക്ക് നോക്കാം. കുറച്ച് പുല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പാവം കഴുതകൾ. മേണ്ട പുല്ല് തിന്നോ നമുക്ക് നോക്കട്ടെ. തിന്നുന്നുണ്ട്. മുകളിൽ കുറേ പശുക്കളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഇതേപോലെ കുഞ്ഞു വീടുകൾ, ബാൽക്കണിയിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ട്. വിമ്പിയേട്ടൻ ഇപ്പോഴും പുല്ല് പറിച്ചുകൊണ്ടിരിക്കുവാണ്, മറ്റേ അവിടെയുള്ള കഴുതയ്ക്കും ഇതേപോലത്തെ ആടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും എങ്ങനെയായിരുന്നു നോർത്ത് ബ്ലാക്ക് ഫോറസ്റ്റ്, അതുപോലെ തന്നെ സൗത്ത് ബ്ലാക്ക് ഫോറസ്റ്റ്, അതേപോലത്തെ ആ സ്ഥലങ്ങൾ ഇപ്പോൾ അതേപോലെ തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വച്ചേക്കുവാണ്. അപ്പോൾ ഇത് അതേപോലത്തെ ഒരു കുഞ്ഞു പാർക്കാണിത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോയിൽ കണ്ടത് ബ്ലാക്ക് ഫോറസ്റ്റിൽ വരുന്നവർക്ക് ഇവിടുത്തെ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളതെന്നായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുക്കു ക്ലോക്കിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.